ഇലക്ട്രിക് വാഹന വിപണിയിൽ ഓല ഇലക്ട്രിക് കാലെടുത്തു വെച്ചത് അവരുടെ മികച്ച സാങ്കേതിക വിദ്യയിൽ പുറത്തിറക്കിയ ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ടാണ്. ഉപഭോക്താക്കൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു തറഞ്ഞതോടെ ഇനി ഇലക്ട്രിക് കാറിലും തങ്ങളുടെ പരീക്ഷണം നടത്താൻ ഒരുങ്ങുന്നു കമ്പനി. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ഓൺലൈൻ ടാക്സി സേവന ദാതാക്കളായ ഒല ഇലക്ട്രിക് സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഒല ഇലക്ട്രിക് സ്കൂട്ടറുകളെ അവതരിപ്പിച്ചത്. ഇപ്പോഴിതാ ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കാനും ഒരുങ്ങുകയാണ് ഒല എന്നാണ് പുതിയ റിപ്പോർട്ട്. 2023 അവസാനത്തോടെ രാജ്യത്ത് ഇലക്ട്രിക് 4-വീലർ വ്യവസായത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനി. ഇലക്ട്രിക് സ്കൂട്ടർ അവതരണ വേളയിൽ കമ്പനിയുടെ CEO ഭവിഷ് അഗർവാൾ ആണ് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇലക്ട്രിക് കാറുകളിലേക്ക് കടക്കാനുള്ള കമ്പനിയുടെ താൽപര്യത്തെ സൂചിപ്പിച്ചത്. രാജ്യത്ത് വിൽക്കുന്ന എല്ലാ ഇരുചക്ര വാഹനങ്ങളും ഇലക്ട്രിക് ആയിരിക്കണമെന്നും ഇന്ത്യയെ ഒരു EV ഹബ്ബാക്കി മാറ്റാനും വ്യവസായ നിക്ഷേപം നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ബുക്കിംഗിൽ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുകയാണ് ഒല ഇലക്ട്രിക് സ്കൂട്ടർ. ഒല S1, S1 Pro എന്നീ 2 വേരിയന്റുകളിൽ എത്തിയിട്ടുള്ള ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് യഥാക്രമം 99,999 രൂപയും 1.29 ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില. സ്കൂട്ടറിനുള്ള ഡെലിവറികൾ ഒക്ടോബർ മുതൽ ആരംഭിക്കുകയും സബ്സിഡി ഇളവിന് ശേഷം കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുകയും ചെയ്യും. ഏതാനും മാസങ്ങൾക്കുള്ളിൽ S1, S1 Pro എന്നീ 2 ഇലക്ട്രിക് സ്കൂട്ടറുകളുമായി വിപണിയെ അത്ഭുതകരമാക്കി ഒലയുടെ പ്രവേശനം EV വിഭാഗത്തിൽ മാത്രമല്ല മുഴുവൻ ഇരുചക്ര വാഹന രംഗത്ത് നിലവിലുള്ള മത്സരത്തെ ഞെട്ടിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്തു. കൂടാതെ വാഹനങ്ങളുടെ ഡെലിവറി പ്രക്രിയ തികച്ചും പാരമ്പര്യേതരമാക്കാനും കമ്പനി പദ്ധതിയിടുന്നു. ഉപഭോക്താക്കളുടെ വീട്ടിൽ നേരിട്ട് സ്കൂട്ടർ എത്തിക്കാൻ ഒല പദ്ധതിയിടുന്നു. അങ്ങനെയെങ്കിൽ സർവീസും അറ്റകുറ്റപ്പണികളും എങ്ങനെ സാധ്യമാവും എന്ന പലരുടെയും ചോദ്യങ്ങൾക്ക് കമ്പനിക്ക് ഉത്തരമുണ്ട്. സ്കൂട്ടർ സർവീസ് ലഭിക്കുന്നതിന് പാലിക്കേണ്ട നടപടികൾ കമ്പനി പങ്കുവച്ചിട്ടുണ്ട്. സ്കൂട്ടറിനായുള്ള ഔദ്യോഗിക ആപ്ലിക്കേഷനിൽ നിന്നാണ് സർവീസ് ബുക്കിംഗ് നടത്തേണ്ടത്. ഇത് വിജയകരമായി ബുക്കായാൽ സർവീസ് നടത്താൻ കമ്പനി ഒരു ഒല ചാമ്പ്യനെ നിയോഗിക്കും. ഉപഭോക്താവിന്റെ വീട്ടിൽ ടെക്നീഷ്യൻ എത്തുന്ന ഏകദേശ സമയവും ബുക്കിംഗിന് ശേഷം ലഭ്യമാകും. ഉപഭോക്താവിന്റെ വീട്ടിൽ തന്നെ സ്കൂട്ടർ സർവീസ് ചെയ്യപ്പെടും. സ്കൂട്ടർ പ്രെഡിക്റ്റീവ് AI മെയിൻ്റനൻസ് ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ ഫോൺ വഴി ഒരു സർവീസിനോ അറ്റകുറ്റപ്പണിക്കോ പ്രേരിപ്പിക്കുന്ന അലർട്ടുകൾ ലഭിക്കും. ഒല സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ എക്സ്പീരിയൻസ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഒമ്നി ചാനൽ മോഡൽ വഴി തങ്ങളുടെ സ്കൂട്ടറുകൾ വിൽക്കുമെന്നും നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു. അടുത്ത 3 മാസത്തിനുള്ളിൽ എല്ലാ നഗരങ്ങളിലും ഒരു എക്സ്പീരിയൻസ് സെന്റർ സ്ഥാപിക്കാനാണ് ഒല ഇലക്ട്രിക് ലക്ഷ്യമിടുന്നത്. 1000-ലധികം ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് കമ്പനിക്ക് ബുക്കിംഗ് ലഭിച്ചിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളിലേക്കും ഒരേ സമയം ഡെലിവറി പ്രക്രിയ ആരംഭിക്കാൻ ഒല പദ്ധതിയിടുന്നു. വ്യത്യസ്തമായ പദ്ധതികൾ ഉപഭോക്താക്കൾക്കായി നൽകുന്ന ഒലയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങളെത്താം. തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.